ഗൈസേ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഉഷ ജാനമ്മ അല്ലോറയുടെ ഡ്യൂലക്സ് മിഷനാണ്. വളരെ 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 ആഗ്രഹിച്ച് കാത്തിരുന്നൊക്കെ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാനിത്. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് മേടിക്കപ്പം എന്തത്ര പണിയെന്ന്. ബട്ട് എനിക്ക് ഇത് കുറച്ച് പണിയുള്ള കാര്യമായിരുന്നു. അപ്പം ഞാൻ കുറേ ആഗ്രഹിച്ച് മേടിച്ചിട്ടുള്ള കേട്ടോ ഇത്. പിന്നെ എനിക്ക് ഈ ഫാഷൻ മേക്കർ മേടിക്കണം എന്നുണ്ട്. അപ്പോൾ പക്ഷേ ഫാഷൻ മേക്കറിൽ എനിക്ക് പേഴ്സണലി ഇതന്നെ മേടിക്കണം എന്നായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ടാട്ടോ ഞാൻ കുറേ ആയിട്ട് കാത്തിരുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അങ്ങ് എടുത്ത്. ഞാൻ ഓൺലൈൻ വഴിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 13,000 സംതിങ് ആട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെയാണ് ഞാൻ അതിൽ കാണിച്ചിരുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഈ ബോക്സുമായിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് എന്താ പറയാം, ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു 2 പാക്ക് കേട്ടോ. പക്ഷേ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആക്ച്വലി ഇതിന്ന് എന്തെങ്കിലും വീണ് പോയതാണോ അതോ ഇനി ഇത് ഇങ്ങനെ തന്നെയാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിൽ ആക്ച്വലി ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു പ്ലെയിൻ കവർ അവർ വെറുതെ ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇതിലിപ്പോൾ 21 സ്റ്റിച്ചുകൾ ഉണ്ട് എന്നൊക്കെ ആയിട്ട് അവർ പറയുന്നത്. 2 ഇയർ വാറൻറ്റി ഉണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്താവുന്നാവും നമുക്ക് നോക്കിയേക്കാലോ. ഞാനിത് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർ അത്യാവശ്യം നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. തെർമോക്കോളൊക്കെ വെച്ചത് കണ്ടോ, ബോക്സൊക്കെ ഇങ്ങനെ ഫില്ലാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. എക്സ്ട്രാ അങ്ങനെ പിന്നെ ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നുള്ള അങ്ങനത്തെ പേടിയും ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ ഈ തെർമോക്കോൾ മാറ്റിയിട്ട് അത് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എവിടെ നിന്നാണ് എടുക്കുക, എങ്ങനെയാണ് എടുക്കുകയെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഈ തെർമോക്കോൾ പൊട്ടിക്കാണ്ട് എടുക്കണം എന്നായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന പോലെയല്ല, ആ തെർമോക്കോൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട്. ഞാൻ കുറേയൊക്കെ നോക്കിയിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗായ്സ്. ലാസ്റ്റ് ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് വലിച്ചെടുക്കുകയാണ്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് എൻ്റെ അസിസ്റ്റൻ്റായ എൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി, ഞാൻ പെട്ടി പിടിക്കുക, അമ്മ അത് വലിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അത് വലിച്ചങ്ങ് എടുത്തു പുറത്തേക്ക് വെച്ചിട്ടോ. അങ്ങനെ ഞാൻ അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഇതാണ് കേട്ടോ അത് വരുന്നത്. 2 സൈഡും കണ്ടോ, 2 സൈഡും നല്ല സെക്യൂർ ആയിട്ട് തന്നെ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. തെർമോക്കോൾ വെച്ചിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ കേടുപാടോ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയതിലില്ല കേട്ടോ. അങ്ങനെ അത് 2 സൈഡിൽ നിന്നും തെർമോക്കോൾ ഞാൻ മാറ്റി. അപ്പോൾ ഫസ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ്, ഈ ഒരു കാണുന്ന രീതിയിലും. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അത് ആസ്വദിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. ഞാൻ ഈ മെഷീൻമേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറേയൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ബേസിക് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഇനി എന്തൊക്കെ ഇതിൽ ചെയ്യണം എന്നൊക്കെ ഞാനും പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ഇത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിലെത്ര സ്റ്റിച്ചുകളുണ്ട്, സ്റ്റിച്ചുകൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടുതരാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ആ കാണുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ഫുട്ടാണ്. അത് റിവേഴ്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് അതിൻ്റെ ആ മെയിൻ സ്ട്രക്ചർ, ആ ബോഡിയൊക്കെ വരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. ഞാനിത് ഇപ്പം അടുത്തൊന്നും മേടിക്കുന്നേ വിചാരിച്ചല്ല. പക്ഷേ എന്തോ അങ്ങോട്ട് മേടിച്ചപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കിത് എന്തൊക്കെയാണ് എനിക്ക് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. എന്തൊക്കെയോ ഒരു സന്തോഷാവസ്ഥ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളതെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വിത്ത് കിറ്റും വിത്തൗട്ട് കിറ്റും ഉള്ളതുണ്ട് കേട്ടോ. വിത്ത് കിറ്റിൽ എക്സ്ട്രാ വരുന്നുണ്ടാവുക മെഷീൻ്റെ ടേപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ, കുറച്ച് നൂലുകളൊക്കെ. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് 15,000 സംതിങ് ആണ് വരുന്നത്. അപ്പം ഞാൻ അതിപ്പം നമ്മുടെ അടുത്ത് ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് ഉള്ളല്ലോ വിചാരിച്ചിട്ട് ഞാൻ അത് മേടിക്കാത്തത്. പിന്നെ ഇതിലിങ്ങനെ നമുക്ക് ഇപ്പോൾ കുറച്ച് ചെറിയൊരു കിറ്റ് തന്നിട്ടുണ്ട്. അതിലിങ്ങനെ കുറച്ച് മെഷീൻസ്, കുറച്ച് കേസ്, ഒരു സ്ക്രൂ, പിന്നെ 2-3-4 ഫൂട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിൻ്റെയൊക്കെ ഫൂട്ടുകളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഫൂട്ട് മാത്രം മനസ്സിലായി. മറ്റേ നമ്മൾ സിബ്ബൊക്കെ അടിക്കില്ലേ, സിബ്ബൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഫൂട്ട് വരുന്നതില്ലേ, അതുണ്ടായിരുന്നു, അതെനിക്ക് മനസ്സിലായി. ബാക്കി ഉള്ള ഫൂട്ടുകളൊക്കെ എന്താണെന്നറിയില്ല. ഇതാണ് അതിൻ്റെ ഫൂട്ട് നമ്മൾ പെഡൽ പോലെ ചവിട്ടില്ലേ, അതിന് വരുന്നതാണിത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു വയറിൽ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ
3 റൗണ്ടുള്ള കേബിളുണ്ട്. ആ കേബിൾ നമ്മൾ മെഷീൻ്റെ ആ ഒരു ഈ സൈഡിൽ കണ്ടോ 3 റൗണ്ട് വരുന്നുണ്ട്, അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അവിടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ നോർമലി പ്ലഗ് ചെയ്യുന്നത് പോലെ പ്ലഗ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ഓണും ഓഫും സ്വിച്ച് ഉണ്ട്. ആ മെഷീൻ്റെ സൈഡിൽ തന്നെ കണ്ടോ അവിടെ ഒരു ഓണും ഓഫും സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നമ്മൾ ഓണാക്കി കൊടുത്താൽ ഇവിടെ ലൈറ്റ് വരും. ലൈറ്റ് വന്നാൽ ഇത് കണ്ട് ചെറിയ ലൈറ്റ് കാണുന്നുണ്ടോ? വെളിച്ചമായതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം കാണാത്തത്. ആ ലൈറ്റ് വരുമ്പോൾ ഇത് ഓണാണ്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നൂലൊന്നും ഇടാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ അടിയുന്നില്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി. അപ്പോൾ സെറ്റാണ്, എനിക്കിഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 ബുക്കുകൾ അവരിതിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെ തരം ഫൂട്ടുകൾ ഇതിൽ ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്കത് സ്റ്റിച്ച് ചെയ്യാം, എന്തൊക്കെ ഡിസൈൻസ് നമുക്ക് കൊടുത്ത് ചെയ്യാം, അങ്ങനെയൊക്കെ അതൊക്കെ പറയുന്ന ഇതുപോലെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അവർ നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കാണ്. അതിൽ ആ മെഷീനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെ പാർട്സുകളാണ് ആ മെഷീനിലുള്ളത്, അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യാം, എന്തൊക്കെയാണ് സംഭവങ്ങൾ ഒക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവർ നമ്പർ സഹിതം ഫോട്ടോ സഹിതം അതിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ. ഞാനിനി അടുത്ത വീഡിയോയിലൊക്കെ ഇതിൽ എത്ര സ്റ്റിച്ചുകളുണ്ട്, ആ സ്റ്റിച്ചുകൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ മെഷീൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റിലൊന്ന് ചോദിച്ചാൽ മതി. ടാറ്റാ.